മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട സന്ദർഭത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാനായി 10,000-കണക്കിന് ആളുകൾ ആ നാട്ടിൽ ഒരുമിച്ച് കൂടി. പക്ഷെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയക്ക് കുടുംബമല്ല, കല്യാണം കഴിച്ചിട്ടില്ല. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് കല്യാണം കഴിക്കാൻ മറന്നുപോയി എന്നാണ് പല ചരിത്ര രേഖകളിലും പറയുന്നത്. നമ്മളിൽ പല ആൾക്കാരും കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. കല്യാണം കഴിക്കാൻ മറന്നുപോയി, ഭാര്യയില്ല, കുട്ടികളില്ല, കുടുംബക്കാരില്ല, ആരുമില്ല. എന്നാൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ആ നാട്ടിൽ ഒരുമിച്ച് കൂടി എന്ന് ചരിത്രം നമ്മോട് പറയാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഇന്ന് മരിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇന്ന് റൂഹ് പോയാൽ, അതങ്ങ് പിടിച്ച് വലിച്ചൂരി കൊണ്ടുപോയാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ എത്ര ആൾക്കാരുണ്ടാവും? ഇന്നിപ്പോ ഒരു ചെറിയ കുട്ടിനോട് പോലും ചോദിച്ചാൽ അവൻ പറയും ഞാൻ ബിസിയാണ്, ഞാൻ എന്റെ പണി നോക്ക് എന്ന് തിരിച്ചിങ്ങോട്ട് മറുപടി പറയും. നമ്മൾ മരിച്ചാൽ എത്ര ആളുകൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുണ്ടാവും? മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ മയ്യത്ത് നമസ്കരിക്കാനായി 40 മുവഹിദുകൾ. മുവഹിദ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലല്ലോ, അള്ളാഹു മാത്രമാണ് ആരാധ്യ, നേർച്ചകളും വഴിപാടുകളും എല്ലാം പടച്ച റബ്ബിന് മാത്രം എന്ന് മനസ്സിലുറപ്പിച്ചു പ്രഖ്യാപിച്ച 40 മുവഹിദുകൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി കടന്നു വരികയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്ന. നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ എത്ര മുവഹിദുകൾ ഉണ്ടാവും? ചിലപ്പോ നമ്മളെ കുടുംബം വലിയ കുടുംബമായി, നാട്ടിലെ പേര് കേട്ട തറവാട്, എണ്ണിയാൽ 10,000-ങ്ങൾ, സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന, പ്രശസ്തി കൊണ്ട് വാനോളം ഉയർന്നു നിൽക്കുന്ന കുടുംബം. പക്ഷേ അള്ളാനെ വിളിക്കുന്നതോടൊപ്പം മമ്പർത്ത തങ്ങളെ കാക്കണേ, മീദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, മുനമ്പത്ത് ബീബിയെ കാക്കണേ, വീമാ ഉമ്മച്ച കാക്കണേ എന്നൊക്കെ പറഞ്ഞ് 30 കോടി ദൈവങ്ങളെയും വിളിക്കുന്നവരാണ് നമ്മുടെ കുടുംബക്കാരെങ്കിൽ ആ കുടുംബത്തിന്റെ എണ്ണം കൊണ്ടോ വണ്ണം കൊണ്ടോ വലുപ്പം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഒരു കാര്യമില്ല എന്നീ ഹദീസ് നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ചേർന്നിരുത്തം, ഈ ആദർശ ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പലരും ചോദിക്കും, എന്തിനാണ് സംഘടന? സംഘടന ഫിത്നല്ലേ? സംഘടന ഫിത്നല്ലേ? സംഘടന എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടിയല്ലേ? സംഘടനക്ക് ആവശ്യമുണ്ടോ എന്ന് പല ആൾക്കാരും അങ്ങനെ ചോദിക്കുന്ന പല കൂട്ടരും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നമ്മുടെ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സമകാലിക അവസ്ഥയാണ്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കാണാം, ഏറ്റവും നല്ല കൂട്ടുകാരനെ കുറിച്ച്. ഏറ്റവും നല്ല കൂട്ടുകാരൻ റസൂൽ അതിനെ ഉപമിച്ചത്, നിങ്ങൾ ഒരു അത്തർ വിൽപ്പനക്കാരനാണ് നിന്റെ കൂട്ടുകാരനെങ്കിൽ നീ അവന്റെ കൂടെ നടന്നാൽ ആ അത്തറിന്റെ മണം നിന്റെ റസൂലുണ്ടാവും. നീയും ആ സുഗന്ധത്തിന് അതിന്റെ കൂടെ നടന്നു എന്ന കാരണത്താൽ ആ സുഗന്ധം നിന്റെ ശരീരത്തിലുണ്ടാവും. എന്നാൽ ഒരു ആലയിലാണ് നീ പോയിരിക്കുന്നതെങ്കിൽ, ഒരു ആലയിലെ കൊല്ലനാണ് നിന്റെ കൂട്ടുകാരനെങ്കിൽ നിന്റെ വസ്ത്രം കീറും, നീ ഇങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ ആ ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്യും. ഇത് റസൂലുള്ളാഹ് നല്ല കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞ നല്ല അടയാളാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ പല അത്തർ വിൽപ്പനക്കാരെയും സൂക്ഷിക്കണം. ചില അത്തർ വിൽപ്പനക്കാരുണ്ട്, ആ മഗ്‌രിബായാൽ അത്തറുമായിട്ട് റോട്ടുമിറങ്ങി വിൽക്കുന്ന നമ്മുടെ നാടിന്റെ പല ഇടങ്ങളിലും നീണ്ട താടിയും വെച്ച് നീളം കുപ്പായും വെച്ച് അത്തർ വിൽപ്പന നടത്തുന്ന പല ആൾക്കാരുണ്ട്. സംഘടന വേണ്ടതില്ല, ഒറ്റക്കങ്ങനെ ദഅവത്ത് നടത്തിയാൽ മതി. ഈ ദീനിന്റെ മേഖലയിൽ എന്തിനാണ് സംഘടന എന്ന് ഘോരഘോരമായി ചോദിക്കുന്ന പല ആളുകളും ഇന്ന് സജീവമാണ്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് ഏറെ ശ്രദ്ധേയമാവുന്നത്. ഈ കൂടിയിരുത്തം, സംഘടിതമായ പ്രവർത്തനം, ഈ ചേർന്നിരുത്തം നമ്മൾ മരണപ്പെട്ടാലും നമ്മളിലേക്ക് എത്തുന്ന സൽക്കർമ്മമായി അത് നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ വളരെ ആത്മാർത്ഥമായി ഇതിനെ കുറിച്ച് ചിന്തിക്കണം, വളരെ ഗൗരവത്തോടുകൂടി ഇതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് കൃത്യമായി ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ മരണപ്പെട്ടാൽ എല്ലാ നിരക്കും ഒറ്റക്കാക്കപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ കൂട്ടിനുണ്ടാവുക ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളാണ് എന്ന് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. പ്രത്യേകം ആ ഹദീസ് നിങ്ങളോട് പറയേണ്ടെന്ന് ആവശ്യമില്ല. ഏതെല്ലാം രൂപത്തിൽ നന്മകളുമായി ഏത് രൂപത്തിലാണോ സഹകരിച്ചു നിൽക്കാൻ കഴിയുക, ഒരു നന്മയെയും നിസാരവൽക്കരിക്കാതെ ഏത് രൂപത്തിൽ അതിന്റെ കൂടെ ഭാഗമാക്കാൻ കഴിയുമോ ആ രൂപത്തിൽ നമ്മൾ മരണപ്പെട്ടാലും നമ്മളിലേക്ക് എത്തുന്ന സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ വ്യാപൃതരാവണമെന്ന വസിയത്തോടുകൂടി